എന്നാടാ ഇരി ഞാനിപ്പോ വരാം. എവിടെയായിരുന്നു? എനിക്ക് ക്ലബ്ബിൽ ചെന്നിട്ട് അർജന്റ് കാര്യമുള്ളത്. പോവാന്നേ. പെങ്ങളെ ബൈജു എന്തിയേ? ആ കാലത്തെ പോയായിരുന്നു. കാലത്താ? അവന്റെ പരോള് തീരുന്ന നാളല്ലയോ? ആ എനിക്കറിയാൻ മേല പോയി. എവിടെ പോയടാ? നമ്മുടെ ചുണ്ടൻ ബൈജുല്ലേ, മണിപ്പുഴ തങ്കച്ചനെ കൊന്നേ. അവൻ പരോള് തീർന്ന് നാളെ ജയിലിലേക്ക് പോവാന്ന് കേട്ടെ. എനിക്കൊരു മരുന്ന് അച്ചായന്റെ അപ്പച്ചന് കൊടുത്തേക്കണ്ടായിരുന്നു. നാളെ പരോള് തീരുന്നവൻ ഇന്നേ മുങ്ങിയത് എന്തിന്? അവന് ജയിലിലെ മീൽസ് അത്രയ്ക്ക് പിടിച്ചു കാണും. നീ വണ്ടി എടുക്കടാ പോപ്പ. ആരുടെ തന്തയ്ക്ക് വായുവിളി വാങ്ങിച്ചിട്ട് പോടാ പരനാറി. ഗ്ലാസ് പൊക്കി വെച്ച് ചീത്ത വിളിച്ചിട്ട് ആര് കേൾക്കാനടാ? അവന്റെ വണ്ടിയാ, MC പോളിന്റെ മകൻ ബെന്നിയുടെ. ഇച്ചിരി മുറ്റുകൂടലാ ചെറുക്കിന്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും കോളേജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ കോളേജ് അധികൃതർ എന്നെ ക്ഷണിക്കാറുണ്ട്. ഇപ്പം അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൺ പെൺ ഭേദമില്ലാതെ അവിടുത്തെ വിദ്യാർത്ഥികളുമായി എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന എന്താ അർച്ചന ശങ്കർ എന്ന പെൺകുട്ടിയെയും ഞാൻ അവിടെ വെച്ച് കണ്ടു കാണും. അനവധി പെൺകുട്ടികളിൽ ഒരാൾ, അതിനും അപ്പുറത്തേക്കുള്ള പരിചയം? സുഹൃത്തെ, ഈ ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകന്റെ ജിജ്ഞാസയും, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം, അതല്ലെങ്കിൽ പറയുന്ന മറുപടിയിൽ നിന്ന് വേണ്ട മറുപടി ഉണ്ടാക്കിയെടുക്കാനുള്ള നിങ്ങളുടെ ഈ സ്കിൽ, ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ഇത്തരത്തിലുള്ള ചെളിവാരിയറിയലുകളൊക്കെ സഹിക്കാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ മരിച്ചുപോയ ഒരു പാവം പെൺകുട്ടിയെ കുഴിമാടത്തിൽ നിന്ന് പുറത്തെടുത്ത് അപമാനിക്കുന്നതിനെ അത് ഉപകരിക്കത്തുള്ളൂ. ആൻഡ് ഐ റിപ്പീറ്റ്, ഐ ഡോണ്ട് നോ ദാറ്റ് ഗേൾ പേഴ്സണലി.
എപ്പോ? ഞാൻ ദേ വരുന്നു. Follow me. Sir. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് വളരെ വേഗം നീങ്ങുന്നു. അതിന്റെ നിജസ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. കോട്ടയത്ത് നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷിബു ചെറിയാൻ നമ്മോടൊപ്പമുണ്ട്. ഹലോ ഹലോ ശരത്, കേൾക്കുന്നില്ല? ഹലോ ഷിബു, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. മലങ്കര കോൺഗ്രസിന്റെ അധ്യക്ഷൻ MC പോളിന്റെ മകനും മലങ്കര യുവജന ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ബെന്നി പോളിന് അപകടം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ശരത്, ആദ്യം അടിസ്ഥാനരഹിതമെന്ന് തോന്നിക്കുകയും പിന്നീട് സത്യമാണെന്നറിയുകയും ചെയ്ത ഒരു വാർത്തയാണിത്. ഡോക്ടർ ബെന്നി പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദാരുണമായ ഈ വാർത്ത അറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി രാഷ്ട്രീയ പ്രമുഖർ ഇപ്പോൾ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരത്, ഇവിടെ എന്നോടൊപ്പം കോട്ടയം SP രാജഗോപാൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ശ്രീ രാജഗോപാൽ പറയുന്നതായിരിക്കും. കുമരകത്തുള്ള ഡോക്ടർ ബെന്നി പോളിന്റെ ഗസ്റ്റ് ഹൗസിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. ആ അതിഥി മന്ദിരത്തിലെ വാവച്ചൻ എന്ന വാച്ച്മാൻ ദാരുണമായ ഈ കാഴ്ച കണ്ടാവണം ബോധരഹിതനായ നിലയിലാണ്. അയാളെ ഈ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയൂ. ആരായി ചെറുക്കനെ താങ്ങിയത്? സംഭവം ഇവൻ വണ്ടിയും പറപ്പിച്ചിട്ട് പോകുന്നത് ഞാനും സുഖം രാവിലെ കണ്ടതാ. ചേട്ടാ, അതിന്റെ ഇടയില് കഷ്ടം. ഈ ചെറുക്കനിലായിരുന്നു പോൾ സാറിന്റെ പ്രതീക്ഷ മുഴുവൻ. അണ്ടർ ട്രെയിനിങ്ങിലായിരുന്നു പയ്യൻ. കുഞ്ഞച്ചോ, ഓ, ഒന്ന് പോണല്ലോ പാലായിക്ക്. എന്നാ ഓരോന്ന് പറ. മരിപ്പിന് പോകുമ്പോ അങ്ങനെ ഉണ്ട്. ഓ, ശ്രീ MC പോളിന്റെ പുത്രനാണ്. അപ്പുറത്തോട്ടെങ്ങാനും പിടിച്ചോണ്ട് പോവർഗീസേ.
തൃശ്ശൂരായിരുന്നു സാറേ, അതാ ലേറ്റായിരുന്നു. ഇരിക്ക. പാടോ. കഥ കടച്ചേക്ക. ദാ അത് തുറന്നൊരു ഡ്രിങ്ക് എടുത്തതാ, വിസ്കി. ആ, ഞാൻ വന്നേക്കാം. താൻ കഥകിന്റെ പുറത്ത് കാണണം. ഉവ്വ. നിനക്കെടുത്തില്ലേ? ഇല്ല, വേണ്ട. ഈ കിട്ടിയത് പാപത്തിന്റെ ശമ്പളമാണല്ലേ. അത്ര വലിയ പാപമൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എക്സിസ്റ്റൻസിന് വേണ്ടി ഏത് പൊളിറ്റീഷ്യനും കളിക്കുന്ന ചില ഗെയിംസ്, ചില ക്രൂക്കഡ് മൂവ്സ്, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ തെറ്റ് അല്ല, തന്തയില്ലായ്മ MC പോൾ കാണിച്ചിട്ടുള്ളത് നിന്റെ അപ്പച്ചനോടാ. അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കോടതി വിറ്റ്നസ് ആയിട്ട് പോയില്ല എന്നുള്ളതാ. ചെയ്തതിന്റെ തൂക്കത്തിലാവില്ലല്ലോ ശിക്ഷ. കർത്താവ് തമ്പുരാന്റെ കോടതിയിൽ ഇങ്ങനെ ആയിരിക്കും തീർപ്പ്. എന്റെ പെങ്ങള് കൊച്ചമ്മണിയോട് ഞാൻ ആവത് പറഞ്ഞതാ നിന്റെ സാറയുടെയും കെട്ട് നടത്താൻ. അവിടെ മരത്തലയിൽ അത് കയറുകയെന്ന് വെച്ചാ അതൊന്നും പറയേണ്ട സമയമല്ലല്ലോ ഇത്. ബെന്നി വലിയ പ്രതീക്ഷയായിരുന്നു, അതിന് തക്ക പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ഇത്രയും നാളത്തെ അധ്വാനം മുഴുവൻ ഏൽപ്പിക്കാൻ പോന്നവനായിരുന്നു. അതാ പുറത്ത് ആ കണ്ണാടിക്കൂട്ടിൽ തമ്പാൻ ജോസഫ്. ഞാൻ വെളിയിലോട്ട് വരാം. ഉവ്വ. സാറകത്തുണ്ട്. ഇന്ന് തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ തമ്പാനെ. അതെന്നാ വർത്തമാനാ ഫിലിപ്പേ? വിവരം അറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഓടിയെത്താനുള്ള സമയം അതല്ലേ എടുക്കാൻ പാടുള്ളൂ. ഗ്രൂപ്പ് വേറെ, പാർട്ടി വേറെ, അതൊക്കെ അങ്ങനെ കിടക്കും. എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പോൾ സാർ തന്നെ, അത് മാറുമോ? ഞാൻ എന്നെ എല്ലാമായെന്ന് വെച്ചാലും എന്റെ അപ്പൻ അറപ്പറ്റ ജോസഫൻ നാന്നേ, അത് മാറിയല്ലോ. ജോണി, ഇതവൻ പറ്റിച്ച പണിയാ ആ ഉമ്മച്ചൻ. എങ്ങനെ ചിന്തിച്ചാലും അതിനാണ് സാധ്യത. കഴിഞ്ഞ തവണ കടുത്തുരുത്തി നിലനിർത്താൻ ഉമ്മച്ചൻ 50 ലക്ഷം ഇറക്കി എന്നാ കേട്ടത്. അയാൾക്ക് സഹിക്കോ? അതിനൊക്കെ ഗഡ്സ് ഉണ്ടോ ഈ ഉമ്മച്ചന്? MC പോളിന്റെ മകനെ മർഡർ ചെയ്യാനുള്ള? ഐ ഡോണ്ട് തിങ്ക് സോ. പിടി. എന്നിട്ട് കോട്ടയം SP തന്നെ പറ, കൊന്നവനാർ കൊല്ലിച്ചവനാർ. എല്ലാ സംശയങ്ങളും അഭ്യൂഹങ്ങളും നാളെ കൊണ്ട് തീരും. അപ്പൊ ആളെ കിട്ടി? കിട്ടിയോന്ന് ചോദിച്ചാൽ ബെന്നിപ്പോളിന്റെ ജോലിക്കാരൻ കിളവന് ബോധം വന്നു. അയാളുടെ മൊഴി എടുത്തു എന്ന് പറഞ്ഞാ ഇപ്പോ CI ജോണിയുടെ ഫോൺ വന്നത്. ഒരു പെൺകുട്ടിയാ. പെൺകൊച്ചോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ്. തനിക്കറിയാടോ, തന്റെ സാറയുടെ അപ്പന്റെ എക്സ്ട്രാ സെറ്റപ്പിലുണ്ടായ ഒരു കൊച്ച് ആനി. അതിനെ പിടിച്ചോ? ഇല്ല, അവള് കൊല്ലാൻ ഉപയോഗിച്ച കത്തി അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ബെന്നിപ്പോളിന്റെ രക്തത്തിന്റെ സ്റ്റെയിനുള്ള കത്തി. തെളിവായിട്ട് അത് കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ.
അയ്യോ, ഒരു മിനിറ്റ്. എന്നാലും ആ കൊച്ചി എന്നാ പണിയാ കാണിച്ചെന്നേ. അവക്ക് ഈ ചെറുക്കനുമായിട്ട് തന്നെ ഇല്ല സാർ. സാർ, ഞാൻ തന്നെ പോകും സാർ. സാർ, അറസ്റ്റ് നടന്നോണ്ട സാറായി വിളിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചു. നീങ്ങന്നേ. അതെ, കൊച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞു. ആ കൊടാലിയച്ചനില്ലേ, സഭയിൽ നിന്ന് പുറത്താക്കിയ റിബൽ ഫാദർ പുലിക്കോട്ടിൽ. ആ പുലി തന്നെ, പുലിയച്ചൻ. പട്ടയഭൂമി മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞ് അയാൾ ഗവൺമെന്റിനെതിരെ ചില്ലറ പൊല്ലാപ്പല്ല ഉണ്ടാക്കുന്നത്. അവിടെ കയറി ആ പെങ്കൊച്ചിനെ ഒന്ന് പൊക്കിയാൽ കൊലപാതക കേസിലെ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛനെ ഒന്ന് നാറ്റിക്കാം. അറസ്റ്റ് എന്നാ വൈകുന്നേ? അച്ഛൻ അവിടെ ലോക്കൽ സപ്പോർട്ട് ഭയങ്കര ആടാവി. സ്ഥലത്തിന്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് ചില പ്രിക്കോഷൻസ് എടുക്കണം. നാളെ ഉച്ചയോടുകൂടി അറസ്റ്റ് നടക്കും. എന്റെ പൊന്നു മോനെ DK, ഡിപ്പാർട്ട്മെന്റ് രഹസ്യ വെളിയിൽ പോലെ. അതെന്നാണ് അണ്ണൻ അങ്ങനെ പറയുന്നത്? അണ്ണൻ ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഒരു 2 എണ്ണം ഇടട്ടെ. അബൂബക്കർ ഒരു വിവരം പറഞ്ഞു. ആനി വെളുപ്പിന് ഇവിടെ കുട്ടിക്കാനത്തിന്. ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയ രാജഗോപാലൻ സംശയിക്കും.